എന്നിട്ട് ഈ കേരളത്തിലെ BJP നേതൃത്വം നടത്തിയ ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, ക്രൈസ്തവരുടെ വിശ്വാസം നേടിയെടുക്കുക, സഭയുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞ കുറേ കാലമായി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സർസൈസ് പാഴായിപ്പോയോ? ഷോൺ ജോർജിൻ്റെയും PC ജോർജിൻ്റെയും പൊട്ടിത്തെറി കണ്ടപ്പോൾ എനിക്കതാ തോന്നിയത്. എനിക്കിതിനകത്ത് ഞാൻ ആദ്യം തുടങ്ങി തന്നെ എൻ്റെ അഭിപ്രായം, കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വവും ക്രിസ്ത്യാനിയും രണ്ടാണ്. കാരണം അതിനുള്ള കാരണം എന്നുവെച്ചെങ്കിൽ ക്രിസ്ത്യാനികളുടെ വിഷയം എവിടെയാണ് സഭ ഏറ്റെടുത്തിട്ടുള്ളത്? എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു സ്ഥലത്തും. ഇന്നേ വരെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സാധാരണ ക്രിസ്ത്യാനിയുടെ വിഷയങ്ങൾ സഭാ നേതൃത്വം ഏറ്റെടുത്തിട്ടില്ല. പിന്നെ ഏറ്റെടുക്കുന്നത് അവർ സ്വന്തം കാര്യങ്ങൾ. നിങ്ങൾ ചുമ്മാ ബിഷപ്പുമാരുടെ പ്രശ്നങ്ങൾ, പള്ളിയിലെ അച്ഛന്മാരുടെ പ്രശ്നങ്ങൾ. ഞാനിടയ്ക്ക് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കേരളത്തിലെ ബിഷപ്പുമാരിൽ അഴിമതിക്കാരില്ലാത്ത എത്ര പേരുണ്ട്? കേരളത്തിലെ പള്ളിയിലെ അച്ഛന്മാർ കണക്കെന്ന് പറയട്ടെ. കേരളത്തിലെ പള്ളികളുടെ സ്വത്ത് മുഴുവൻ കൊണ്ടുപോകണാരാ? കേരളത്തിലെ പള്ളികളുടെ ഉടമസ്ഥന്മാരാരാ? അത് അൽമായരാണോ? അല്ലല്ലോ. എന്നാരാ? പള്ളിക്കാരല്ലേ. അതിൻ്റെ ആരാ ഭണ്ഡാരം തുറക്കുന്നത്? ആരാ കൊണ്ടുപോകുന്നത്? ഈ പറയുന്ന അച്ഛന്മാരല്ലേ, ഈ പറയുന്ന ബിഷപ്പുമാരല്ലേ. ഞാൻ ചെറിയൊരു ഉദാഹരണം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നമ്മൾ വഖഫ് നിയമം വന്നു. വഖഫ് നിയമം ആദ്യമായിട്ട് വന്നത് 1954. അതിന് ഫസ്റ്റ് അമെൻമെൻറ്റ് വന്നത് നരസിംഹറാവുവിൻ്റെ കാലത്ത്. സെക്കൻഡ് അമെൻമെൻറ്റ് വരുന്നത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്. കേരളത്തിലെ എറണാകുളത്തുള്ള ഇയാൾക്ക് മറ്റേ ആലഞ്ചേരി പിതാവിന് ഇവർ അറിഞ്ഞൂടെ? അയക്കറിയാലോ, അറിയാമായിരുന്നു. വരാപ്പുഴ ആർച്ച് ബിഷപ്പിന് അറിയാമായിരുന്നല്ലോ. അങ്ങനെ കേന്ദ്രത്തിൽപ്പെട്ട സ്ഥലമാണല്ലോ മുനമ്പം. മുനമ്പത്ത് 610 കുടുംബങ്ങൾ ഒഴിപ്പിക്കപ്പെടുമെന്നും അവർ ഭൂമി നഷ്ടമാകുമെന്നും വരാപ്പുഴ ബിഷപ്പിന് അറിയാമായിരുന്നല്ലോ. മിണ്ടിയില്ല. അയാൾ മിണ്ടിയില്ല എന്ന് മാത്രമല്ല, അയാളുടെ ആ സമയത്ത് ഇയാൾക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി നടക്കായിരുന്നു. ഹൈബീഡിന് വോട്ട് പിടിക്കാൻ വേണ്ടി നടക്കായിരുന്നു. വിനോദിന് വോട്ട് പിടിക്കാൻ വേണ്ടി നടക്കായിരുന്നു. മുനമ്പത്ത് ക്രിസ്ത്യാനികൾ സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന് വോട്ട് പിടിക്കാൻ വേണ്ടി നടക്കായിരുന്നു. കേരളത്തിലെ ബിഷപ്പുമാരിലെ ഏറെ പേരും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏജന്റുമാരാണ്. ഇതിന് പണം പറ്റുന്നവരാണ്. എനിക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയക്കാര്യത്തിലില്ല. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അതിന്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പഴയ കാലത്ത് ഇപ്പൊ ദീപിക പത്രത്തിലാണ് ഇതിൽ എഡിറ്റോറിയൽ എഴുതിയത്. ഈ ദീപിക പത്രം ഫാരിസ് സബൂക്കറിന് വിൽക്കാൻ തീരുമാനിച്ച ആരാ തീരുമാനിച്ചത്? പാലായിൽ ബിഷപ്പല്ലേ തീരുമാനിച്ചത്? എന്താ അയാളുടെ പേര്? അറക്കൽ പിതാവോ? എങ്ങണ്ട അയാളുടെ പേര്? അയാൾ വിറ്റല്ലോ അത്. അയാൾ വിറ്റിട്ട് അവസാനം തിരിച്ചെടുക്കുകയാണല്ലോ ചെയ്തത്. ഈ ദീപിക പത്രം എങ്ങനെ ക്രൈസ്തവ സഭയുടെ മുഖപത്രമാണെങ്കിൽ വിൽക്കാനായിട്ട് ഇയാൾക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത്? ഇയാൾ സ്വയം തീരുമാനിക്കുകയാണോ? ഇയാൾ എത്ര കോടി രൂപ അതിനകത്ത് വാങ്ങിച്ചു? അത് രേഖാമൂല പണം എത്രയാണ്? അവിഹിതമായിട്ടുള്ള പണം എത്രയാണ്? അങ്ങനെ പണം ഇയാൾ വാങ്ങിച്ചില്ലേ? പണം വാങ്ങിച്ചല്ലേ ഫാരിസ് അബൂക്കറിന് കൊടുത്തത്? ഇതിന് രേഖയുള്ളതിൽ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ പണം കൊടുത്തുകൊണ്ട് ദീപിക, അതായത് നമ്മുടെ ഒരു പത്രത്തിന്, ഒരു പ്രസ്ഥാനത്തിന്റെ മുഖപത്രം പോലും വിൽക്കാൻ മടിയില്ലാത്തവരാണ് ക്രൈസ്തവ സഭാ നേതൃത്വം. അത് മടിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം നാവാണ്. ഞാൻ കേട്ടുള്ളത് ഇവിടെ ഈ ചാവറ കൾച്ചറൽ സെന്റർ ഉണ്ട്, അതിന്റെ ഹാൾ ഇവര് വിറ്റുടക്കി അച്ഛന്മാര് കയറിയിട്ട്. ഇവരെല്ലാം എന്ത് കയറും വിൽക്കും. ഇവര് വിൽക്കാൻ കാരണം എന്നുണ്ടെങ്കിൽ ഈ മിക്കവാറും അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം പരമാവധി ധനസമ്പാദനമാണ്. ഈ പണം എവിടേക്കാ പോകുന്നത്? സഭയിലുണ്ടോ പണം? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. കേരളത്തില് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്? ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഇത് 1957 തുടങ്ങിയിട്ട് ഇവർ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് EMSന്റെ ഒരു ലേഖനം 1957 ഏപ്രിലാന്ന് എൻ്റെ ഓർമ്മ. അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു, വിദ്യാഭ്യാസ ബില്ല് ഞങ്ങൾക്ക് അങ്ങനെ ആലോചന പോലും ഇല്ല എന്നാണ്. എന്നിട്ടാണല്ലോ മുണ്ടശ്ശേരി മാഷ് അവതരിപ്പിച്ചത്. ആർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചത്? ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. ക്രൈസ്തവ സഭയുടെ താല്പര്യ സംരക്ഷണാർത്ഥമാണ് മുണ്ടശ്ശേരി മാഷ് ബില്ല് വരുന്നത്. ഇന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ ഈ പള്ളിയിലച്ചന്മാരെ അമ്മമാരെയൊക്കെ ശമ്പളം മേടിക്കുന്ന എവിടെന്നാ? കേരള ഗവൺമെന്റിൽ നിന്നല്ലേ നിയമിക്കുന്നവരാണ്. നിയമനത്തിന് കാശ് അവർ മേടിക്കും. നിയമനത്തിന്റെ പണം ഇവര് വാങ്ങിക്കും. ഒരു മാനദണ്ഡമില്ല, ഒരു മെറിറ്റും നോക്കാതെ നിയമിക്കാം. ഒരു മെറിറ്റും ഇല്ല. ഇവരുടെ എല്ലാം ഡോക്ടറേറ്റ് എവിടെ നിന്നാണ്? ശമ്പളം നമ്മൾ കൊടുക്കും. അതെ, പള്ളിയിലെ ബിഷപ്പുമാരുടെയും അച്ഛന്മാരുടെയും ഡോക്ടറേറ്റ് എവിടെ നിന്നാണ്? എനിക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഇവരുടെ ഭൂരിപക്ഷം പേരുടെ ഡോക്ടറേറ്റ് ഇവർ കിട്ടിയിരിക്കുന്ന റോമിൽ നിന്നാണ്. വിമോചന ദൈവശാസ്ത്രത്തിലാണ് ഇവർ ഡോക്ടറേറ്റ്. അല്ലാണ്ട് ഇവരെവിടെ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്? ഇവരെല്ലാം തട്ടിപ്പ് ഡോക്ടറേറ്റുകളാണ്. ഈ പറയുന്ന ആളുകൾക്കെല്ലാം നിയമനങ്ങൾ കിട്ടിയിരിക്കുന്നത് സാധാരണ നിലയ്ക്കുള്ള നിയമനങ്ങളല്ല, അവിഹിതമായ നിയമനങ്ങളാണ്. ഇന്നിപ്പോൾ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ സർക്കാരിൽ കയറിപ്പറ്റിയിരിക്കുന്ന അവിഹിത നിയമനത്തെക്കുറിച്ച് പറയുന്നല്ലോ. ഈ അവിഹിത നിയമനത്തിന്റെ കേരളത്തിന്റെ തുടക്കക്കാരെന്ന് പറയുന്നത് ക്രൈസ്തവ സഭയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാർ ഇവരാണെന്ന് പറയുന്നത്. ഏറ്റവും വലിയ കൊള്ളക്കാർ ഇവരാണ്. നിങ്ങൾ ബിഷപ്പാനിൽ കൊള്ളക്കാരല്ലാത്ത, ഇപ്പൊ എന്താ ആലഞ്ചേരി ഇയാളും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? എന്താ മറ്റേ വരുന്ന പോൾ തേലക്കാട് എന്തായിരുന്നു പ്രശ്നം? ഇവര് ഭൂമി വിൽക്കുന്നു. ആ ഭൂമി 27-28 കോടി രൂപ എങ്ങാണ്ട് വിൽക്കുന്നു. 10 കോടി രൂപ രേഖയിലുള്ളൂ, 18 കോടി രേഖയിലില്ല. ഈ പണം എവിടെയാ പോയത്?
അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോൾ തേലക്കാട് എന്താ ചെയ്ത്? അയാൾ സ്വന്തമായിട്ട് ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാക്കി. അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? സ്വന്തമായിട്ട് പാസ്ബുക്ക് ഉണ്ടാക്കി. തേലക്കാടാണ് എന്നിട്ട് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ വക്താവായിട്ട് ഇന്ന് BJP തെറി പറയാൻ ചാനലിൽ വരുന്നത്. അതെ, ഈ പറയുന്ന തേലക്കാട് എന്ന് പറയുന്ന ആൾ സ്വന്തമായിട്ട് ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാക്കിയ ആളാണ്. ഈ ചരിത്രം ഒന്നും വെറുതെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഈ ചരിത്രം ഒരു പാവപ്പെട്ട ഒരു പയ്യനെ കൊണ്ടാണ് ജയിച്ചത്. ആ പയ്യൻ അവസാനം ജയിലിലായി, ഈ മറ്റേ പാസ്ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആള്. അങ്ങനെ ചരിത്രം മറ്റേ എന്താ പറയുക, പിതാവെന്ന് പറയുന്ന ആളുടെ മറ്റേ ഇയാൾ ആർച്ച് ബിഷപ്പിന്റെ ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ള പോൾ തേലക്കാടിനെ പോലുള്ള ആളുകളാണ് സഭയിലുള്ളത്. അത് തേലക്കാട് മാത്രമല്ല, ഈ ആലഞ്ചേരിയുടെ കണക്ക് തന്നെയാണ്. ആലഞ്ചേരിയുടെ കണക്കുകൾ എന്താ? അയാൾ 28 കോടി 18 കോടി കണക്കുകളോടെ പറയുന്നത്. അത് സ്വാഹയാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങളാണ് വ്യാപകമായിട്ടുള്ളത്. ഇവർക്കെല്ലാം സർക്കാരിന്റെ ശമ്പളം കിട്ടുന്നു, സർക്കാരിന്റെ വരുമാനം ഇവർക്ക് പലർക്കും ഉണ്ട്. ഞാൻ ഇതിൽ മാത്രമല്ല, ഇപ്പൊ ജോസഫ് മാഷിന്റെ കൈവിട്ട് കേസ് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് ആ പുസ്തകത്തിന്റെ പ്രകാശനത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. എന്റെ കേസിൽ പ്രധാനപ്പെട്ട പ്രതി പോപ്പുലർ ഫ്രണ്ട് കേസിൽ 1-ാം പ്രതിയാണെങ്കിൽ 2-ാം പ്രതി അവിടെ കോതമംഗലം ബിഷപ്പാണ് കേസിൽ പ്രതി. ഇയാളല്ലേ ഉത്തരവാദി പ്രധാനമായിട്ട്. ഈ സലോമിയുടെ കൊലപാതകത്തിൽ പ്രതിയാരാ? കോതമംഗലം ബിഷപ്പാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിരപരാധിയായിരിക്കുന്ന ഈ പറയുന്ന ജോസഫ് മാഷിനെ പറ്റിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിച്ച് അദ്ദേഹത്തിനെതിരായിട്ട് പോപ്പുലർ ഫ്രണ്ടുകാരെ ഇറക്കി. അവർ അദ്ദേഹത്തിന്റെ കൈ വെട്ടിയ സമയത്ത് എവിടെയായിരുന്നു? അക്ഷരം മിണ്ടി എന്നറിയാമോ? ഇദ്ദേഹത്തിനെതിരെ നടപടി എടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ പുറത്താക്കിയത് സഭയാണ് എടുത്ത നടപടി. അതുകൊണ്ടാണ് സലോമിയുടെ ആത്മഹത്യ വരുന്നത്. ഈ സലോമിയുടെ ആത്മഹത്യയിൽ എന്താണ് ക്രൈസ്തവ സഭയുടെ നിലപാടെന്തായിരുന്നു? അങ്ങനെ ക്രിസ്ത്യാനി മരിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്രിസ്ത്യാനി മരിച്ചു അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഇല്ലാണ്ടായി, ഇതൊന്നും ഇവരുടെ വിഷയമല്ല. അതൊന്നും സഭയുടെ വിഷയമല്ല. സഭ എന്ന് പറയുന്നുണ്ടെങ്കിൽ വലിയൊരു കൊള്ളസംഘമാണ്. ഈ കൊള്ളസംഘമാണ് അവരുടെ പരിപാടികൾ തീരുമാനിക്കുക. അതിന് തൽക്കാലത്ത് ഈ പറയുന്ന ദീപിക അടക്കമുള്ള ആളുകൾ ഫാരിസ് അബൂബക്കറിന്റെ കൂടെ അവിഹിതമായിട്ടുള്ള വീഴ്ച നടത്തി തിരിച്ചു വന്ന ദിനപത്രമാണത്. ഇതിനകത്തൊരു മാധ്യമ സ്വാതന്ത്ര്യം ഒന്നും അതിനകത്തില്ല. അല്ല, കേരളത്തിലെ പല വൈദികരും ഇസ്ലാമിസ്റ്റുകളുടെ പണം വാങ്ങുന്നവരാണ് എന്ന് ആരോപണമുണ്ട്. അതെ, അതിന് സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ഇവര് പറയുന്നല്ലോ, ഇവർക്കെല്ലാവർക്കും വഖഫിന്റെ നിയമം അറിയാമായിരുന്നല്ലോ. ഈ നിയമം അറിഞ്ഞിട്ട് ഇവര് 10-12 കൊല്ലക്കാലം ഇവരെ എവിടെയായിരുന്നു? ഈ ബിഷപ്പ്മാരും പള്ളിയിലച്ചന്മാരൊക്കെ എവിടെയായിരുന്നു? എനിക്കറിയാത്തതാണ്. ഇവർക്ക് ഇവിടെ സാധാരണ ക്രിസ്ത്യാനിക്ക് ഈ പ്രശ്നമൊന്നും ഇവർക്ക് അറിയാമായിരുന്നല്ലോ. അവരുടെ ഭൂമി പോകുന്ന ഇവർക്കറിയാമല്ലോ, മുനമ്പത്തെ ഭൂമി പോകുന്ന ഇവർക്കറിയാമല്ലോ. മുനമ്പത്തെ മാത്രമല്ല, മറ്റു പല ഭാഗത്തും ഭൂമി പോയല്ലോ. ഈ സമയത്തൊക്കെ ഈ ബിഷപ്പ്മാരൊന്നും അറിഞ്ഞില്ലല്ലോ. അവരറിയാതിരിക്കാൻ കാരണം അവർ കോൺഗ്രസിന് ഓശാന പാടിക്കൊണ്ട് കോൺഗ്രസിന്റെ MP-മാരും MLA-മാരിൽ നിന്നും അവിഹിതമായിട്ട് ധനം സമ്പാദിക്കുന്നവരാണ്. ഇതിന് തെളിവുണ്ട് ഇഷ്ടം പോലെ. അല്ല, ഇത് നമുക്ക് ഇത് പലരും പല കാലത്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം എന്തൊക്കെ വന്നാലും കേരളത്തിലെ ക്രൈസ്തവരിൽ ഒരു നല്ല വിഭാഗം UDFന് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ, അതാണ് തങ്ങളുടെ ജീവിതവൃതം എന്ന് തീരുമാനിച്ചവരാണ്. ഞാനിന്നിപ്പോൾ രാവിലെ രാജീവ് മേനോൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റ് വായിച്ചു. കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക്, സംഘടിത ന്യൂനപക്ഷമാണ് ആയ ക്രൈസ്തവർക്കും മുസ്ലിമുകൾക്കും ഹിന്ദുത്വം പറയുന്ന ഹിന്ദു പക്ഷമായ ഒരു BJP പോലെ ഒരു പാർട്ടി കേന്ദ്രം ഭരിക്കുന്നതിനോട് വലിയ അസഹിഷ്ണുതയാണ്. അതെന്തൊക്കെ നമ്മൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും അത് മാറത്തില്ല. അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു ശ്രമം വൃഥാവിലാണ്. എന്നാൽ ദേശീയ ബോധമുള്ള, ഭാരതത്തോട് സ്നേഹമുള്ള യഥാർത്ഥ ക്രിസ്ത്യാനികൾ BJPയോട് തൊട്ടുകൂടായ്മ ഇല്ലാതെ വരുന്നുമുണ്ട്. അല്ലാതെ സഭയുടെ പിന്നാലെ പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് അവസാനിപ്പിക്കണം എന്നാണ് ഈ കുറിപ്പ് പറഞ്ഞു വെക്കുന്നത്. ഇതിനകത്ത് 2 തരത്തിലെടുക്കണം. ക്രൈസ്തവ സഭ വേറെയാണ്, ക്രിസ്ത്യാനി വേറെയാണ്. ഈ ക്രിസ്ത്യാനിയുടെ സംരക്ഷണം സഭയുടെ ബാധ്യതയേ അല്ല. സഭ എന്ന് പറയുന്നത് ചില പള്ളിയിലച്ചന്മാരെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ്. ഇതിപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയാണ് സഭകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരൻ എന്താ ബന്ധമുള്ളത്? ഒരു ബന്ധവുമില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടാത്തതിൻ്റെ കാരണം എന്താ? ഭയപ്പെട്ടിട്ടാണ്. കൊല്ലുമെന്ന് പേടിച്ചിട്ടാ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ മാറാത്തത്. അത് തന്നെയാണ് ക്രിസ്ത്യാനിയുടെ അവസ്ഥ. ഇത് തന്നെയാണ് ക്രിസ്ത്യാനിയുടെ അവസ്ഥ. ഒരു കാലത്ത് കയ്യിൽ കുരിശും മറുകയിൽ തൂക്കുമായിട്ട് വാണുമായിട്ട് പോയവരാണ് കുരിശ് യുദ്ധക്കാര്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, കേരളത്തിൽ തന്നെ ഉദയംപേരൂർ സുനഹദോസിന് 1599 വന്നേ. അതിനുമുമ്പ് കേരളത്തിലെ അവസ്ഥ എന്തായിരുന്നു? കേരളത്തിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഒരേ വീട്ടിൽ താമസിച്ചിരുന്നവരാണ്. ഇതിന് ഇല്ലായ്മ ചെയ്താരാ? പോർച്ചുഗീസുകാരൻ ബിഷപ്പാണ്. അയാൾ മറ്റിവിടെ അങ്കമാലിയാണ് ആ ബിഷപ്പ് വന്ന് താമസിച്ചത്. ദുഷിപ്പ് എന്ന് ഞാനയാളെ വിളിക്കുക. ഈ പറയുന്ന ദുഷിപ്പ് താമസിച്ചത് അങ്കമാലിയിലാണ്, അങ്കമാലി ഭദ്രാസനത്തിലാണ്. അയാൾ വന്നിട്ടാണ് ഉദയംപേരൂർ വന്നിട്ട് നിയമം ഉണ്ടാക്കിയത്. എന്ത് ജനദ്രോഹമാണത്! ഇവിടെ ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ,
ഒരേ കുടുംബത്തിൽ ജീവിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്ന കേരളത്തിൽ ഉദയംപേരൂർ സുനഹദോസിന് ശേഷമാണ് 1599 ആദ്യമായിട്ട് നിയമം കൊണ്ടുവന്ന ഈ ബിഷപ്പുമാരാണ്. ഈ പറയുന്ന ദുഷിപ്പാണ്, അയാൾ പോർച്ചുഗീസുകാരനാണ്. ഈ തരത്തിൽപ്പെട്ട ആളുകളുടെ പരമ്പരയാണ് ഇവര്. PC ജോർജ് എന്ന് പറഞ്ഞത് കേട്ടോ, സഭയ്ക്ക് BJP വേണമെങ്കിൽ BJPക്ക് ഇനി സഭയും വേണ്ട, അങ്ങനെ നിലപാട് എടുക്കണം എന്നാണ് ജോർജ് പറയുന്നത്. എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ BJPയുടെ നിലപാടിനെ സംബന്ധിക്കുന്ന ചർച്ചയ്ക്കല്ല എൻ്റെ ഉദ്ദേശം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒന്നുണ്ട്, കേരളത്തിലെ ക്രൈസ്തവ സഭ കേരളത്തിലെ ക്രിസ്ത്യാനിക്കെതിരാണ്. കേരളത്തിലെ ക്രിസ്ത്യാനി സംരക്ഷണം അർഹിക്കുന്നുണ്ട്. ഇന്ന് ഹിന്ദുക്കൾക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട്, RSS ഉണ്ട്, ഹൈന്ദവ പ്രസ്ഥാനങ്ങളുണ്ട്. സാധാരണ ക്രിസ്ത്യാനിയുടെ അവസ്ഥ ആരുമില്ല. കാരണം അവരുടെ കയ്യിലുള്ള ഈ കൊള്ളക്കാരെ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, പള്ളിയുടെ പേരിൽ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കൊള്ളക്കാരാണ്. അവർക്ക് പണം കിട്ടണം. അവരെ കുറിച്ചിട്ടാണ് പണ്ട് ഇദ്ദേഹമൊക്കെ പറഞ്ഞൊരു കമന്റ് ഉണ്ട്, ഉദരനിമിത്തം ബഹിർത വേഷം കുഞ്ഞൻ നമ്പ്യാർ പാടിയത് ഈ പള്ളിയിലേക്ക് അച്ഛന്മാരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അവരിൽ നിന്ന് ഒരു സംരക്ഷണവും കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കേണ്ട ധാർമ്മികമായുള്ള ബാധ്യത കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ഏതായാലും എൻ്റെ പിതാവെ, ഈ കൊള്ളക്കാരിൽ നിന്ന് ഈ ജനത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വർത്താനം. തീർച്ചയായിട്ടും. നമസ്കാരം.